بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഉത്ബോധിപ്പിക്കപ്പെടുന്ന ഒരു സമയത്തിനും സന്ദർഭത്തിനും സാക്ഷികളാകുവാൻ അള്ളാഹു നമുക്ക് ഇവിടെ ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഒരു സ്ത്രീ ഇതുപോലെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ എത്തിപ്പെടുക എന്നത് വളരെ ത്യാഗമുള്ള ഒരു പ്രവൃത്തിയാണ്. കാരണം നമ്മൾ നിരന്തരമായി പരിചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ, വീടൊന്ന് പൂട്ടി ഇറങ്ങണമെങ്കിൽ അത് വളരെ അധ്വാനമുള്ള ഒരു കാര്യമാണ്. അതിലുപരി ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് എത്തിപ്പെടുക എന്നതിനും നമ്മുടെ ഭർത്താവിൻ്റെയോ മക്കളുടെയോ സഹോദരങ്ങളുടെയോ ഒക്കെ സേവനം നമുക്ക് ആവശ്യമാണ്. ഏതായിരുന്നാലും അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്ത് നിങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മലപ്പുറം ജില്ലയുടെ ഒരറ്റത്തു നിന്നും എനിക്കും ഇവിടെ എത്തുവാൻ അള്ളാഹു ഒരു തൗഫീഖ് പ്രദാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും മനസ്സിന് വിഷമം തോന്നാതിരിക്കാൻ ഞാൻ ആമുഖമായി ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സംസാരം നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ഇതിവിടെ നടക്കണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഫലപ്രദമായി നിർവഹിക്കാൻ പറ്റാതെ വന്നാൽ എനിക്ക് വിഷമം വരും. ഇത്ര യാത്ര ചെയ്ത് വന്നിട്ട് നല്ല രൂപത്തിൽ അത് നിർവഹിക്കാൻ പറ്റിയില്ലല്ലോ എന്ന ഒരു വിഷമം എനിക്ക് വരാതിരിക്കുവാനും, വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിയ സഹോദരിമാർക്ക് ഇത് കേൾക്കുന്നതിന് നമ്മൾ ഒരിക്കലും തടസ്സമുണ്ടാക്കരുത്. അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ കുട്ടികളുണ്ടാവും. അത് സ്വാഭാവികമായ കാര്യമാണ്. അവർ കരയുന്നതോ ശബ്ദമുണ്ടാക്കുന്നതോ എന്നും നമ്മുടെ സദസ്സിനൊരു പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അത് സ്വാഭാവികമായും ഒരു കുട്ടി കരയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. പക്ഷേ നമ്മൾ പൊതുവേ ഇനി വരുന്ന ആളുകൾക്ക് ഇരിക്കാവുന്ന രൂപത്തിൽ നമ്മുടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ
തടസ്സം നേരിടാത്ത രൂപത്തിൽ നിങ്ങൾ അവർക്ക് വഴി സൗകര്യപ്പെടുത്തി കൊടുക്കാനും പരമാവധി ഇനി ഉള്ള സമയം നമ്മൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുവാനും സമയം കാണണം. ഇതൊരു സൽക്കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരിമാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ കാര്യങ്ങൾക്കെല്ലാം പ്രേരിപ്പിക്കുന്ന, നമ്മളെ ഇതിനെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങളിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ വേഷങ്ങളും നമ്മൾ എന്ന് ളുഹറിന് നമസ്കരിച്ച നമസ്കാരവും നമ്മളെല്ലാവരും ഈ ഒരു മഹത്തായ സദസ്സിലേക്ക് വന്നതും എല്ലാം, ഇതിൻ്റെ പിന്നിലെല്ലാം നമ്മുടെ മനസ്സിലുള്ള വലിയ ഒരു വിശ്വാസത്തിൻ്റെ പിന്തുണയുണ്ട്. നമ്മുടെ മനസ്സിലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മരിച്ചാൽ നമ്മൾ രണ്ടാമത് തിരിച്ചു വരും എന്നുള്ളതാണ്. ഇതെനിക്കും നിങ്ങൾക്കും സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മളോട് പരലോകത്തെക്കുറിച്ചൊരു ഖുർആനിക വചനമോദി അർത്ഥം പറയാൻ പറഞ്ഞാൽ നമുക്കൊരു പക്ഷേ പറ്റിയില്ലായിരിക്കാം. പക്ഷേ ആ വിശ്വാസം അതിശക്തമായി നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ഒരാൾ വന്നു എന്ന് നിങ്ങൾ വിചാരിക്കൂ. പൊതുവേ സ്ത്രീകൾ മാത്രമാകുമ്പോൾ അത്തരം ആളുകളിൽ നിന്നും അവരെ വീട്ടിലേക്ക് കയറ്റുകയോ അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് സുരക്ഷ. നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും ആവട്ടെ, നിങ്ങളുടെ ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ ഒരാൾ വരികയും നമ്മൾ അയാളുമായി സാധനം വാങ്ങുന്ന സമയത്ത് അയാൾ 100 രൂപ പറഞ്ഞ ഒരു സാധനം അവസാനം നമ്മൾ പറഞ്ഞ് വിലപേശി ഒരു 10 20 രൂപക്ക് നമ്മളത് വാങ്ങി എന്ന് വിചാരിക്കും. നിങ്ങൾ 100 രൂപയുടെ സാധനം ഒരു 20 രൂപക്കാണ് നമ്മൾ വാങ്ങിയത്. അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം നമ്മുടെ മനസ്സിൽ ചെറിയൊരു ആശങ്ക, നമ്മൾ അയാളെ പറ്റിച്ചോ, ഇത്രയും വലിയ നഷ്ടം അയാൾക്ക് ഞാൻ വരുത്തിയോ, ഞാൻ അയാളോടൊരു അനീതി ചെയ്തോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ ഒരു ചെറിയ വേദന. അയാൾ തന്നതാണ്, ചോദിച്ചു തന്നതാണ്, വില പറഞ്ഞു തന്നതാണ്. എങ്കിലും ഒരാളോടൊരു തെറ്റു ചെയ്തോ എന്ന് തോന്നുമ്പോഴേക്കും മനസ്സിനൊരു വേദനയുണ്ടാവാൻ കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ നമ്മുടെ മുന്നിൽ ഒരു നാൾ വരാനിരിക്കുന്ന ഒരു തുലാസും കവാടങ്ങൾ തുറക്കാനിരിക്കുന്ന ഒരു നരകവും എല്ലാവരും അടച്ചു മണ്ണിട്ട് പോകുന്ന ഒരു ഖബറും അവിടുത്തെ ജീവിതാനുഭവങ്ങളുമെല്ലാം ആരൊക്കെയോ പറഞ്ഞു കേട്ടതോ പ്രസംഗങ്ങളിൽ കേട്ടതോ മാതാപിതാക്കൾ പറഞ്ഞു കേട്ടതോ ആയ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ട്. ചിലപ്പോഴൊക്കെ സ്വന്തം മക്കളോടാവാം, അല്ലെങ്കിൽ ഭർത്താവിനോടാവാം, ചെറുതായി ഒന്ന് വഴക്കടിച്ചാൽ മനസ്സിനൊരു വല്ലാത്ത പ്രയാസം തോന്നാൻ കാരണം അതിൽ ഞാനൊരു തെറ്റു ചെയ്തോ, ഒരു കുറ്റം എൻ്റെ അടുക്കൽ സംഭവിച്ചു പോയോ എന്ന വേദനയാണ്. ഈ അടുത്ത 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു 10, 40, 45 വയസ്സായ ഒരു സ്ത്രീ, വർഷങ്ങളോളമായി അവർ മാനസിക രോഗത്തിന് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർക്കൊരു മാനസിക അസുഖത്തിൻ്റെ കാരണങ്ങൾ? മരുന്ന് കുടിച്ചിട്ടൊന്നും മാറുന്നില്ല. അപ്പോൾ ഇതൊന്ന് ശാശ്വതമായി മാറിക്കിട്ടാൻ, രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവർക്ക് ഭക്ഷണങ്ങളാക്കി കൊടുക്കാൻ പറ്റുന്നില്ല, ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല, സമയത്ത് ഉണരാൻ പറ്റുന്നില്ല, നിരന്തരമായി മാനസിക രോഗങ്ങൾക്കുള്ള ഗുളിക കുടിച്ച് വളരെ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ അവരോട് കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിലെ സംഗതികൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ നോക്കൂ നിങ്ങൾ, ആ സ്ത്രീക്ക് മാനസിക രോഗം വരാനുണ്ടായ കാരണം ഒരു വലിയ തറവാട് വീട്ടിൽ തൻ്റെ ഭർത്താവിൻ്റെ മാതാവിനെ ഒറ്റയ്ക്ക് പരിചയിച്ചു കൊണ്ടാണ് അവരവിടെ ജീവിക്കുന്നത്. ഏതോ ഒരു ഉൾപ്രദേശത്ത് ഒരു വലിയ തറവാട് വീട്, അയൽവാസികൾ പോലുമില്ല. അങ്ങനെ വളരെ ദീർഘകാലം, കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ധാരാളം മക്കളുണ്ടായിട്ടും ഇവർ മാത്രമാണ് ആ സ്ത്രീയെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് പോലും അവർ പോവാറില്ല. കാരണം അങ്ങനെ പോയാൽ ഈ വയസ്സായ സ്ത്രീ ഇവിടെ ഒറ്റയ്ക്കാവും. അതുകൊണ്ട് അവരെ പരിചരിക്കാൻ വേണ്ടി മാത്രം ജീവിതത്തിൻ്റെ സമയവും സന്ദർഭങ്ങളും നീക്കിവെച്ച് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോലും സമയത്ത് പോകാതെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കാൻ. അങ്ങനെ എന്തോ ഒരു അത്യാവശ്യ സംഗതി വന്നപ്പോൾ അവർ അവരുടെ വീട്ടിലേക്ക് പോയി. അവർ വീട്ടിലെത്തിയ ഉടനെ ഫോൺ വന്നു, ഇവർ മരിച്ചു എന്ന ഫോണ്. ആ വാർത്ത കിട്ടിയ നിമിഷം മുതൽ അവർ മാനസിക രോഗിയാണ്. കാരണം ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല, ആ സ്ത്രീയെ പരിചരിക്കലായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം. പക്ഷേ
മരിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാകാൻ പറ്റിയില്ലല്ലോ എന്ന ഒരു വേദന. ഇത്ര കാലം ഞാൻ പരിചരിച്ചിട്ട് ആ മരിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാകാൻ പറ്റിയില്ലല്ലോ എന്നൊരു മനപ്രയാസം അവരെ രോഗിയാക്കിയിരിക്കുകയാണ്. ഇപ്പം എന്താ പേരിൽ ഇത്ര വിഷമിക്കാനുള്ള കാര്യം അവർ പറയുന്ന മറുപടി എന്താണെന്ന് വിചാരിച്ചാൽ, ഇവരൊക്കെ നോക്കൽ നമ്മളെ ദീനിയായ കടമയല്ലേ. അപ്പം അവർ മരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു കാര്യവും എൻ്റെ ഒരു ഇഷ്ടത്തിനും വേണ്ടി എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാനും വാപ്പാനും കാണാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അവർക്ക് ആ മരണസമയത്തുള്ള പരിചരണങ്ങൾ കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന വേദന, കുറ്റബോധം. എന്താ ഈ കുറ്റബോധത്തിന് പിന്നിലുള്ളത് സഹോദരിമാരെ? നമ്മൾ പരലോകത്ത് ഒരു ജീവിതമുണ്ട്, അവിടെ നമ്മുടെ മുഴുവൻ കർമ്മങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നാളെ ഒരു വിചാരണയും സ്വർഗവും നരകവുമുണ്ട് എന്നൊരു ബോധം എൻ്റെയും നിങ്ങളുടെയും എല്ലാം ഹൃദയങ്ങളിൽ നിലകൊള്ളുന്നുണ്ട്. ഒരല്പം കൂടെ അതിനെക്കുറിച്ചൊരു ഗൗരവബോധം നമുക്കുണ്ടായാൽ ഞാൻ അധികം ഇവിടെ പ്രസംഗിക്കേണ്ടി വരില്ലെന്നതാണ് വസ്തുത. നമുക്കത് ബോധ്യപ്പെട്ടാൽ നമുക്കൊക്കെ അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് ദീനിയായിട്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് നടപ്പിലാക്കി ജീവിക്കേണ്ട ഒരാവശ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ ആരെങ്കിലും നമ്മുടെ അടുത്ത ബന്ധുക്കളോ കുടുംബങ്ങളോ ആയ ആളുകൾ, വാപ്പയോ ഉമ്മയോ അങ്ങനെ ബന്ധപ്പെട്ട ആരെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുമോ? ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കൂല. അവരൊക്കെ എന്നും നമ്മുടെ കൂടെ ജീവിച്ചിരിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. എന്നാൽ ഒരിക്കലും സഹിക്കാനാവാത്ത വേദനകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് രോഗത്തിൽ അകപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കളെന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. അപ്പോൾ നമ്മൾ ആ രോഗി കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുമ്പോഴെല്ലാം അവർ വേദനയോടുകൂടെ വിഷമത്തോടുകൂടെ കിടക്കുന്നതാണ് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കാണുമ്പോൾ എങ്ങനെയാണ് ഈ വേദനയ്ക്കൊരു പരിഹാരം? മരുന്ന് കൊടുത്തിട്ട് കാര്യം കാണുന്നില്ല. എന്തു ചികിത്സകൾ നടത്തിയിട്ടും ഈ വേദനയും ദുരിതങ്ങളും അവസാനിക്കുന്നില്ല. അവസാനം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിൽ അവർ കിടക്കുന്നത് കണ്ടാൽ നമ്മുടെ ഉമ്മയാവാം, ഭർത്താവാകാം, വാപ്പയാകാം, ആരുമാകാം, നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചു പോകും, ഇവർ ഒരു പക്ഷേ മരണമാണ് അള്ളാഹുവെ ഇവർക്ക് നല്ലതെങ്കിൽ ഇവരെ നീ മരിപ്പിക്കും. അത്തരമൊരു നിമിഷത്തിൽ മരണം നമ്മൾ ആഗ്രഹിച്ചേക്കാം. അത് നബി സ്വല്ലല്ലാഹു നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഇത് ഉദാഹരണം പറഞ്ഞത് എന്തിനാ വെച്ചാൽ, മരണം ഒരു ആശ്വാസമാണ്, ഒരു പരിഹാരമാണ്. മരണം ഒരു പരിഹാരമാണ്. വേദനയടങ്ങാത്ത രോഗിക്ക് മരണം ഒരു പരിഹാരമാണ്. മരണം പരിഹാരമാണെന്ന് പറയാൻ കാരണം, ഒരു 140 150 വയസ്സായിട്ടും ഒരാൾ മരിക്കാതിരുന്നാൽ, ജീവിതത്തിൽ ഒന്നും നിർവഹിക്കാൻ കഴിയാത്ത, പ്രാഥമിക ആവശ്യമോ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ഒരാൾ അക്കോലത്തിൽ ഒരു 50 കൊല്ലോ 25 കൊല്ലോ ഇവിടെ ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, എല്ലാ തിന്മയിൽ നിന്നും എനിക്ക് നീ മരണത്തെ ഒരു വിശ്രമമാക്കി തരണേന്ന്. മരണം ഒരു വിശ്രമമാണ്. ഞാനിത് പറഞ്ഞത് സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരു പുനരുത്ഥാനം, ഇനി പരലോകത്ത് ഒരിക്കൽ കൂടെ നമ്മൾ ജനിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും മരിക്കൂല. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിയില്ല. കാരണം മനുഷ്യൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഘട്ടമാണ്. ഹുവല്ലദീ ഖലഖകും തുമ്മ യുമീതുകും തുമ്മ യുഹ്യീകും തുമ്മ ഇലൈഹി തുർജഊൻ. വഹുവല്ലദീ ഖലഖകും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. തുമ്മ യുമീതുകും, ആദ്യം മരണമാണ്. നമ്മളെല്ലാവരും ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ നമുക്ക് ജീവനില്ല. അതായത് ഒരു മരിച്ച ഒരു മയ്യത്ത് കിടത്തിയതുപോലെ ഉമ്മയുടെ ഗർഭപാത്രത്തിലെ ആദ്യ നാളുകൾ അങ്ങനെയാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് റൂഹ് വന്നു, ആത്മാവ് വന്നു. ജീവൻ വരുന്നത് പിന്നീടാണ്. ജീവൻ വരുന്നത് വരെ ആ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് ഒരു ജഡമാണ്, ഒരു മയ്യത്താണ്, ഒരു ജീവനില്ലാത്താണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അന്ന് വന്ന ജീവനാണ് ഇന്നും നമ്മുടെ ദേഹത്തുള്ളത്. മാതാവിൻ്റെ വയറ്റിൽ വെച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വന്ന ജീവനാണ് ഇന്നും നമ്മുടെ ദേഹത്തുള്ളത്. ആ ജീവനാണ് ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത്. ഇനി നമ്മൾ മരിക്കും. ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് പരലോകത്തൊരു വരവ് നമ്മൾ വരും. യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅ ദാലിക ഹശ്റുൻ അലൈനാ യസീർ. യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅ. ഈ ഭൂമിയിൽ കിടക്കുന്ന മുഴുവൻ, മരിച്ചു കിടക്കുന്ന മുഴുവൻ ആളുകളും, മണ്ണിൽ കിടക്കുന്ന മുഴുവൻ ആളുകളുടെയും മുകളിൽ നിന്നും അവരുടെ മേലെ നിന്നുള്ള മണ്ണൊന്നും ഇങ്ങോട്ട് മാറിക്കൊടുക്കും. എന്നാലേ മനുഷ്യന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഖുർആനാ പറഞ്ഞത്. അതായത് കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ മുകളിൽ കിടക്കുന്ന മണ്ണ്, ഭൂമി ഒന്നിങ്ങോട്ട് മാറിക്കൊടുക്കും. യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅ
ദാലിക ഹശ്റുൻ അലൈനാ യസീർ. എന്നിട്ട് മനുഷ്യനെ അള്ളാഹു തിരിച്ചു കൊണ്ടുവരും, അതെനിക്ക് എളുപ്പമുള്ള കാര്യമാണെന്ന്. അപ്പോൾ മണ്ണിൽ കിടക്കുന്ന മനുഷ്യൻ രണ്ടാമതൊരിക്കൽ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ പിന്നെ ഒരിക്കലും മരിക്കുന്ന പ്രശ്നമില്ല, പിന്നെ മനുഷ്യൻ മരിക്കില്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ ദുനിയാവിൽ നമുക്ക് വരുന്നതിലേറെ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നരകത്തിൽ കിടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൻ്റെ എത്രയോ 10 മടങ്ങ് പ്രശ്നങ്ങളാണ് അയാളുടെ ശരീരത്തിനും ജീവനും നേരെ നാളെ പരലോകത്ത് വരുന്നത്. കാരണം നരകമെന്ന് പറഞ്ഞാൽ തന്നെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനി രണ്ടാമതൊരിക്കൽ പരലോകത്ത് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മരിക്കില്ല. ഒക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമെന്നറിയില്ല, അത്രയും വ്യക്തമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മളോട് പറഞ്ഞത്. പിന്നെ ഒരിക്കലും മരിക്കൂല. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു. സത്യനിഷേധികൾക്ക് നരകമുണ്ട്. ലാ യുഖ്ലാ അലൈഹിം, അവർക്കൊരിക്കലും മരണം അവിടെ വിധിക്കപ്പെടുകയില്ല. ഒരിക്കലും മരണമില്ല. അങ്ങനെ മരണം വിധിക്കപ്പെടുമായിരുന്നെങ്കിൽ അവർക്ക് മരിക്കാമായിരുന്നു. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ആ ശിക്ഷയിൽ നിന്നും അവർക്കൊരിക്കലും ലഘൂകരിച്ചു കൊടുക്കുകയുമില്ല. ആ ശിക്ഷ അവർക്കൊരിക്കലും കുറച്ചു കൊടുക്കില്ല. നരകത്തിൽ ഇത്രയും വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആ നരകത്തിൽ എത്ര കാലം കടന്നാലും അവർക്ക് ആശ്വാസം ഒരിക്കലും ലഭിക്കുകയില്ല. യുഗാന്തരങ്ങളോളം. ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്താഗീന മആബ ലാബിതീന ഫീഹാ അഹ്കാബ ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബ ഇല്ലാ ഹമീമം വഗസ്സാഖ. അവർ യുഗാന്തരങ്ങളോളം അവിടെ കഴിച്ചു കൂട്ടേണ്ടി വരും. ഇത്രയും ദീർഘകാലം എന്താണ് അവിടുന്ന് കിട്ടുന്നത്? ചുട്ടു തിളക്കുന്ന പാനീയങ്ങളല്ലാതെ, ചുട്ടുപൊള്ളുന്ന പാനീയങ്ങളല്ലാതെ മറ്റൊന്നും കുടിക്കാൻ കൊടുക്കുന്നില്ല. അത്രയും ദീർഘമായ കാലം അവരവിടെ കഴിച്ചു കൂട്ടേണ്ടി വരും. പക്ഷേ മരണമില്ല. സഹോദരിമാരെ, നമ്മൾ ഒരു വേള ചിന്തിക്കേണ്ടതുണ്ട്. എന്താ അറിയും, ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, മരണം ഇനി സംഭവിക്കില്ലെന്ന് പറയുന്ന ഒരു ലോകത്ത് ജനിച്ചാൽ എന്താ കാണിക്കുക? അവിടെ എങ്ങാനും നമ്മുടെ ജീവിതം നമുക്ക് പ്രതികൂലമാണെങ്കിൽ എന്തു ചെയ്യും? നമ്മൾ ആലോചിക്കണം. എന്നും ദുരിതമാകുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാളെ പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കുള്ള പേടി അതാണ്. സ്വർഗത്തിലാവുകയാണെങ്കിലും മരണമല്ല, അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അഥവാ ഒരാൾ നരകത്തിൽ വരുന്നുവെങ്കിൽ അയാൾക്ക് ഒരിക്കലും പിന്നീട് മരണമില്ല എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ദുരിതകരമായിരിക്കും ആ അവസ്ഥ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് എന്തുള്ളൊരു വളരെ കുറഞ്ഞ സമയം, വളരെ കുറഞ്ഞ ജീവിത കാലഘട്ടം, നമുക്ക് എല്ലാ തിരക്കുകളുമുണ്ട്. ആ തിരക്കുകൾക്കിടയിൽ നാം നമ്മെക്കുറിച്ച് ഒരല്പസമയം ഗൗരവത്തോടുകൂടെ ചിന്തിക്കുകയും ആലോചിക്കുകയും വേണം. അതാണല്ലോ നമുക്ക് ഇത്തരം സദസ്സുകളിൽ പറയാനുള്ള കാര്യം. നമ്മുടെ കാര്യം നമ്മളെല്ലാവരും ഒന്ന് ഗൗരവത്തോടുകൂടെ പരിഗണിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ സാധാരണഗതിയിൽ എന്നോട് എൻ്റെ ഭാര്യ പറയാറുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ പറയും, നീ നിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്ക്. അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്, നീ നിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്ക്. ഈ ഉറക്കില്ലാതെ, ഭക്ഷണമില്ലാതെ ഈ നടത്തം എന്താണെന്ന് ചിലപ്പോൾ നമ്മളോട് സ്നേഹമുള്ളവർ ചോദിക്കാറുണ്ട്. ഇതേ ഒരു ചോദ്യം അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ ഖേദത്തിലാകും. കുട്ടികളെയും മക്കളെയും കുടുംബത്തെയും ഭർത്താവിനെയും കല്യാണങ്ങളും മംഗലങ്ങളുമായി നടക്കുമ്പോൾ അള്ളാഹു നമ്മളോട് പറയാണ്, നിന്റെ കാര്യം നീ ശ്രദ്ധിച്ചോ, നിന്റെ കാര്യം നീ ശ്രദ്ധിച്ചോ. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അംഫുസക്കും, ഈ സത്യവിശ്വാസികളെ, അലൈക്കും അംഫുസക്കും, നിങ്ങളുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ധാരാളം ഒഴിവുകൾ പറയാനുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെയൊക്കെ ഇപ്പോൾ ആരവിടെ ജീവിക്കുന്നത്? ആരാണ് ഇവിടെ തീരെ പലിശ വാങ്ങാത്തവർ? ആരാണ് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ഹിജാബൊക്കെ സ്വീകരിച്ചടക്കുന്ന സ്ത്രീകൾ? ആരാപ്പം അങ്ങനെ എല്ലാം വക്തിന് തന്നെ ഇങ്ങനെ നിസ്കരിച്ച് പോകുന്ന ആളുകൾ ആരാണ്? അങ്ങനെ ഇപ്പോൾ ഒരു അന്യ ആളുകളോട് ബന്ധപ്പെടുന്നതിലും സംസാരിക്കുന്നതിലും ഒക്കെ അച്ചടക്കം പാലിക്കുന്നവർ ഇവിടെ ആരാളുള്ളത്? 100 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. അള്ളാഹു അതിൻ്റെ മറുപടി പറഞ്ഞുകൊണ്ടാണ് ആ വചനം പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അംഫുസക്കും ലാ യളുറുക്കും മൻ ദല്ല ഇദഖ്തദൈതും. ലാ യളുറുക്കും, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു വലിയ തറവാട്ട് വീട്ടിലെ 10-30 അംഗങ്ങളിൽ ഒരാളാണ് നിങ്ങൾ. അവരാരും നമസ്കരിക്കാത്തവരാണ്, ദീൻ ഉൾക്കൊള്ളാത്തവരാണ്, തൗഹീദില്ലാത്തവരാണ്. പക്ഷേ ആ വീട്ടിനുള്ളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു നല്ല സത്യവിശ്വാസിയായി ജീവിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം പിഴച്ചുപോയി എന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ലോകത്ത് 1000 തിന്മ പ്രവർത്തിക്കുന്നവർക്കിടയിൽ നന്മയുള്ള ഒരാളായി നിങ്ങൾ ജീവിച്ചാലും നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം കിട്ടും.
വഇലയ്യ മർജിഉക്കും വഇലല്ലാഹി മർജിഉക്കും ജമീഅ, അല്ലാഹുവിലേക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു പോകാനുള്ളത്. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അവൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ തിരക്കിലും കൂട്ടത്തിലുമെല്ലാം നമ്മുടെ കാര്യത്തെക്കുറിച്ചൊരു ജാഗ്രത സഹോദരിമാരെ, ആ ഒരു പരിശോധനയാണ് യഥാർത്ഥം നിങ്ങളുടെ എല്ലാ തിരക്കുകൾക്കിടയിലും നിങ്ങളുടെ കാര്യം ഒന്ന് ദീനിയായി കൊണ്ടുപോകണം എന്ന താല്പര്യമാണല്ലോ നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളൊരല്പം ശ്രദ്ധ കൊടുത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ശാശ്വതമായ ഖബറിലും പരലോകത്തിലും സമാധാനകരവും സന്തോഷകരവുമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് പറ്റും, സംശയമില്ലാത്ത കാര്യമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രതീക്ഷ. ഇപ്പോൾ ഈ ഒരു ഹാളിൽ വന്നവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷ നമുക്കെല്ലാം ആശ്വസിക്കാൻ വകയുണ്ട്. നാളെ പരലോകത്ത് മീസാനിൻ്റെ മുന്നിൽ, തുലാസിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു നന്മ പോലും അതിൽ കാണാൻ പറ്റാത്ത ആളുകളുണ്ട്. ഒറ്റ നന്മ പോലും ഇല്ലാത്തവർ പരലോകത്ത് വരും, ഒരു നന്മ പോലും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തെങ്കിലും ഒരാൾക്കൊരു സദക്ക കൊടുക്കാത്ത, ഏതെങ്കിലും ഒരാൾക്ക് ഒരു വിഷമഘട്ടത്തിൽ ഒരു ആശ്വാസം പകർന്നു കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമെന്ന് നിങ്ങളോട് ചോദിക്കും. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നു, ഒരു നന്മ പോലും മീസാനിൽ തുലാസിൽ കനം തൂങ്ങാനില്ലാത്ത ആളുകൾ ഉണ്ട് എന്നാണ്. ആരാണ് അവരെന്നറിയുമോ സഹോദരിമാരെ? തൗഹീദില്ലാത്ത ആളുകൾ, ശിർക്ക് ചെയ്ത ആളുകൾ. അവർക്കൊരു നന്മയുമില്ലാതെ. കാരണം ഒരാൾ മദ്യപിച്ചാൽ അയാളുടെ മുഴുവൻ നന്മകളും ഇല്ലാതാവൂല. ഒരാൾ വ്യഭിചരിച്ചാൽ അയാളുടെ നന്മകൾ മുഴുവൻ ഇല്ലാതാവില്ല. എന്നാൽ ഒരാളിൽ ശിർക്ക് വന്നു പോയാൽ ഒരു നന്മ പോലും അയാൾക്ക് ഉണ്ടാവില്ല. അവർ പ്രവർത്തിച്ചതെല്ലാം നിഷ്ഫലമായി പോകും. അവർ പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളും അവർക്ക് നിഷ്ഫലമായി പോകും. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു താക്കീതാണത്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക്, നിനക്കും നിന്റെ മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും എനിക്ക് വഹിയിലൂടെ അറിയിച്ചു കൊടുക്കാനുള്ള കാര്യം, ലോകത്ത് വന്ന എല്ലാ നബിമാർക്കും അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് അള്ളാഹു പറയുന്ന കാര്യം, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ തന്നെ ശിർക്ക് ചെയ്താലും നിന്റെ മുഴുവൻ അമലുകളും നിഷ്ഫലമായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. സഹോദരിമാരെ, എന്ത് പരീക്ഷണങ്ങൾ വന്നാലും നമ്മൾ ഒരിക്കലും അള്ളാഹുവിലുള്ള വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മളെ ആര് സഹായിച്ചാലും അവർക്കൊക്കെ ചില കാരണങ്ങളിലൂടെ സഹായിക്കാൻ പറ്റും. ഡോക്ടർക്ക് മരുന്നിലൂടെയേ സഹായിക്കാൻ പറ്റും. കാരണങ്ങളിലൂടെ അല്ലാതെ സഹായിക്കാൻ പറ്റുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലത്ത് ഒട്ടകങ്ങളുടെ കഴുത്തിലൊരു ഖിലാദത്തുണ്ടായിരുന്നു. ഒട്ടകങ്ങളുടെ കഴുത്തിലൊരു മാല, ഒരു വടം, അത് കിട്ടും. ആ വടം അഴിച്ച് കളയാൻ വേണ്ടി പറഞ്ഞു. എന്താണ് ആ വടം കൊണ്ടുള്ള ഗുണം? അത് ഒട്ടകത്തെ പിടിക്കാനതല്ല, ഒട്ടകത്തിന് വിപത്തുക്കൾ, ലൊറുകൾ, ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടി അവർ കെട്ടിയതാണ്. ഒട്ടകത്തിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ ചോദ്യമുള്ളൂ, എങ്ങനെയാണ് ഈ ഒരു വടം, കഴുത്തിൽ കെട്ടുന്ന ഒരു വടം എങ്ങനെയാണ് ഒട്ടകത്തിന് രോഗം വരാതെ കാക്കുക? ഒട്ടകത്തിന് അപകടം വരാതെ എങ്ങനെയാണ് ആ ഒട്ടകത്തെ സംരക്ഷിക്കാൻ ആ കഴുത്തിലുള്ളൊരു കിലാദത്തിന് പറ്റുക? അതിന് പറ്റൂല.